മലയാളിയും അഭിമാനം കൊള്ളണം. ഇതൊരാഘോഷമാക്കി മാറ്റണം. ലോകത്തെ മുഴുവൻ ശ്രദ്ധയും ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ കേന്ദ്രീകരിക്കുമ്പോൾ പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? ഈ പുരസ്കാരം തിരുവനന്തപുരത്തിന്റെ മികവ് കണ്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ഇങ്ങോട്ട് വന്ന് നൽകിയതല്ല. ഇത്തവണത്തെ ഭരണസമിതി വികസന പ്രവർത്തനങ്ങൾ എന്നതുപോലെ തന്നെ വളരെ മാതൃകയായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഭഗവാനെ, എന്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരുത്തണമേ. എന്നാൽ ഈ അവാർഡ് ഇവർ അവകാശപ്പെടുന്നത് പോലെ തിരുവനന്തപുരത്തിന്റെ പ്രവർത്തന മികവിന്റെ പേരിൽ പരിശോധനകൾ നടത്തി ഉറപ്പാക്കി കിട്ടിയതല്ല. സിറ്റികളുടെ പേരിൽ അവാർഡുകൾ ഏർപ്പെടുത്താറുണ്ട്. അത്തരം ഏർപ്പെടുത്തിയ അവാർഡാണ് ഷാങ്ഹായ് പുരസ്കാരം. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അത് ഈ അവാർഡ് കമ്മിറ്റി ഇവിടെ വന്ന് പരിശോധിച്ചിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ അവാർഡ് കമ്മിറ്റി അവകാശപ്പെട്ടതൊക്കെ ശരിയാണോ എന്ന് പൂർണ്ണമായും പരിശോധിച്ചിട്ടല്ല. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകൾ ഇന്ത്യയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് അപേക്ഷിച്ചിരുന്നില്ല. അപേക്ഷിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യയിലെ ഏക നഗരമായി മാറിയത്. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. അതിനെയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി പുരസ്കാരം കിട്ടുന്ന ഏക നഗരം എന്നൊക്കെ പറഞ്ഞവർ വാഴ്ത്തുപാട്ട് നടത്തുന്നത്. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ